തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത തിരിച്ചടിയുടെ ഞെട്ടലിൽ LDF ക്യാമ്പ്. ക്ഷേമ പദ്ധതി പ്രഖ്യാപനത്തിലൂടെ വിവാദങ്ങളെ മറികടക്കാനാകുമെന്ന കണക്കുകൂട്ടൽ LDFന് പിഴച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയും LDF തിരിച്ചടിക്ക് പ്രധാന കാരണമായി. തിരിച്ചടി പ്രതീക്ഷിച്ചില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുമ്പ് ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ച് പതിവിലും കവിഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു LDF. എന്നാൽ ക്ഷേമ പെൻഷനുകൾ കൊണ്ട് മാത്രം വിജയം നേടാമെന്ന അമിത ആത്മവിശ്വാസത്തിനാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനം തിരിച്ചടി നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുണ്ടായ അപ്രതീക്ഷിത തിരിച്ചടി LDFനെ ഇരുത്തി ചിന്തിപ്പിക്കും. അപ്രതീക്ഷിതമായ പരാജയമാണ് സംഭവിച്ചത് എന്നത് ഉറപ്പിച്ച് പറഞ്ഞല്ലോ. എന്തെല്ലാം അപകടങ്ങളുണ്ടോ അതൊക്കെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പാർട്ടി മുമ്പോട്ടേക്ക് പോകും. ഏതെങ്കിലും ഒരു പ്രാവശ്യം തോറ്റാൽ എല്ലാം തോറ്റു എന്നോ ഒരു പ്രാവശ്യം ജയിച്ചാൽ എല്ലാം ജയിച്ചു എന്നോ കണക്കാക്കേണ്ടതില്ല എന്നുള്ളതൊരു സാമാന്യ നിയമമല്ലേ. ഇതിന്റെ എല്ലാ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ആവശ്യമായ തിരുത്തൽ വരുത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വളരെ ഫലപ്രദമായ രീതിയിൽ മുന്നോട്ടേക്ക് പോകുക തന്നെ ചെയ്യും. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും ജമാഅത്തെ ഇസ്ലാമി UDF കൂട്ടുകെട്ടെന്ന ആരോപണവും കൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള മറികടക്കാം എന്ന തന്ത്രവും വിലപ്പോയില്ല. സ്വർണ്ണക്കൊള്ളയിലെ പത്മകുമാറിന്റെയും N വാസുവിന്റെയും പങ്ക് തിരിച്ചടിയിലെ പ്രധാന ഘടകമായി. രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി CPM തങ്ങളുടെ MLA-മാർക്കെതിരെ എന്ത് നടപടിയെടുത്തു എന്ന കോൺഗ്രസിന്റെ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ CPM-നായില്ല. അവസാന ദിവസങ്ങളിൽ മുഖ്യമന്ത്രി നേരിട്ടിറങ്ങി നടത്തിയ പ്രചാരണങ്ങളും ജനങ്ങൾ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തില്ല. ഭരണ തുടർച്ചയിൽ ഉണ്ടാകാനിടയുള്ള വിരുദ്ധ വികാരവും LDF കണ്ടില്ല. ഇതെല്ലാമാണ് LDFന് തെരഞ്ഞെടുപ്പിൽ കനത്ത ആഘാതമുണ്ടാക്കിയത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെയാണ് പ്രാദേശിക വികാരങ്ങൾ കൃത്യമായി പ്രതിഫലിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ എന്ത് തന്ത്രം കൊണ്ട് തിരിച്ചടികളെ മറികടക്കാമെന്ന് LDF ആഴത്തിൽ ചിന്തിക്കേണ്ടി വരും. മീഡിയ 1 തിരുവനന്തപുരം.